ഇസ്രായേലിന് എതിരെ ഒരു വമ്പൻ തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങിയ വേളയിൽ ഇറാനിൽ ടെഹ്റാനിൽ വെച്ച് ഒരു യോഗം നടക്കുകയുണ്ടായി. ആ യോഗത്തിൽ ഹിസ്ബുള്ളയുടെയും ഹുത്തികളുടെയും അടക്കമുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘടനകളുടെ തലവന്മാർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ എടുത്ത രണ്ട് പ്ലാനുകളുണ്ടായിരുന്നു, പ്ലാൻ എയും ബിയും. അതിൽ ഒന്ന്, ഇറാൻ നേരിട്ട് ആക്രമിക്കുകയും ആ ആക്രമിക്കുന്ന സമയത്ത് തന്നെ മറ്റു സംഘടനകൾ, ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയും ഒപ്പം തന്നെ പലസ്തീനിൽ നിന്ന് ഹമാസും യമനിൽ നിന്ന് ഹൂത്തികളും അടക്കമുള്ളവർ ഒരേ സമയം ഇസ്രായേലിനെ ആക്രമിക്കുന്നതായിരുന്നു. പിന്നീട് ആ പ്ലാൻ മാറ്റുകയും അടുത്ത പ്ലാനിലേക്ക് പോവുകയും ചെയ്തതായിട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പ്ലാനാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. യമൻ അടക്കമുള്ളിടത്തുനിന്ന് ഹൂത്തി വിമതരും ഇപ്പോൾ ഇസ്രായേലിന് നേർ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കിഴക്കൻ മെഡിറ്ററേനിയനിലടക്കം ഉള്ള സമുദ്ര മേഖലയിൽ സർവാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കപ്പൽ പടയെ തന്നെ വിന്യസിച്ചിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനുമൊക്കെ. നിലവിൽ USS ഓക്കഹില്ല, USS വാസപ്പ്, USS ന്യൂയോർക്ക്, USS ബൾക്കി, USS റൂസ്വെൽറ്റ്, USS കോൾ തുടങ്ങിയ അനവധി യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നതെങ്കിൽ റോയൽ നേവിയുടെ അതിശക്തമായ നാവികപ്പടയും ഇപ്പോൾ കിഴക്കൻ മെഡിറ്ററേനിയനിലടക്കം വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഉണ്ടായാൽ സർവ്വതും മുടിക്കുവാനുള്ള നീക്കത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിറിയയിലടക്കം ഇത്തരത്തിൽ കപ്പലിൽ നിന്നുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. കപ്പലിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണത്തിലാണ് സിറിയയിലെ അവിടുത്തെ ഒരു ഭീകര നേതാവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും വാർഷിപ്പുകളും മറ്റുമൊക്കെ അയക്കുന്നു, അന്തർവാഹിനികളടക്കമുള്ളവ. അത് കടലിൽ നാലുപാടും വളഞ്ഞു നിൽക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ അതിനെ ശക്തമായി തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെ. കാരണം അമേരിക്ക അത് പരസ്യമായി തന്നെ പറഞ്ഞതാണ്, ഇസ്രായേലിന് നേർക്ക് വലിയ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾ മുൻപന്തിയിലുണ്ടാകുമെന്ന് ഒപ്പം തന്നെ ബ്രിട്ടനും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇവരെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ സമുദ്ര മേഖല എന്ന് പറയുന്നത്. കാരണം ഹൂത്തികളുടെ ആക്രമണം നിരന്തരം ഉണ്ടാകുന്നത് ഇതുവഴി വാണിജ്യ കപ്പലുകൾക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് കടലിൽ വലിയ സന്നാഹം ഒരുക്കി, വലിയ കപ്പൽപ്പടയെ ഒരുക്കിക്കൊണ്ട് വലിയ പോരാട്ടത്തിന് ഈ രാജ്യങ്ങൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.